പ്ലാന്റ് ഗ്രോത്ത് എന്ന് പറഞ്ഞ ചാപ്റ്ററിന്റെ പല ടൈപ്പ് മെറ്റീരിയൽ എടുത്ത് നോക്കിയാലും ആബ്സല്യൂട്ട് ഗ്രോത്ത് റേറ്റിൽ നിന്നും റിലേറ്റീവ് ഗ്രോത്ത് റേറ്റിൽ നിന്നും AGR നിന്നും RGR നിന്നും ഒരുപാട് പ്രോബ്ലംസ് കാണാൻ പറ്റും. പക്ഷെ മെയിൻ എക്സാമിന് ഇന്നേ വരെ AGR നിന്നും RGR നിന്നും ക്വസ്റ്റ്യൻ വന്നിട്ടില്ല. ക്വസ്റ്റ്യൻ വരാത്ത ഭാഗങ്ങൾ നോക്കണേ. ക്വസ്റ്റ്യൻ പേപ്പർ ടഫ് ആകുമ്പോൾ ഇതേപോലെ വരാത്ത ടോപ്പിക് ആയിരിക്കും അവർ ക്വസ്റ്റ്യൻ ആക്കാം. അപ്പൊ പഠിച്ചു വെച്ചോ. നമ്മൾ ഇന്ന് പഠിക്കാൻ പോണത് AGR എങ്ങനെ കണ്ടുപിടിക്കാം, RGR എങ്ങനെ കണ്ടുപിടിക്കാം. അരിത്മെറ്റിക് ഗ്രോത്ത് റേറ്റ് അല്ല, ആബ്സല്യൂട്ട് ഗ്രോത്ത് റേറ്റും റിലേറ്റീവ് ഗ്രോത്ത് റേറ്റും എങ്ങനെ കണ്ടുപിടിക്കാം. ആബ്സല്യൂട്ട് ഗ്രോത്ത് റേറ്റ് എങ്ങനെ കണ്ടുപിടിക്കാൻ അറിയാമോ? ഫൈനൽ സൈസ് അല്ലെങ്കിൽ ഫൈനൽ ഗ്രോത്ത് മൈനസ് ഇനീഷ്യൽ ഗ്രോത്ത് ബൈ ടൈം. ഫൈനൽ സൈസ് മൈനസ് ഇനീഷ്യൽ സൈസ് ബൈ ടൈം. ആദ്യത്തേത് അവസാനത്തെ സൈസ് മൈനസ് ആദ്യത്തെ സൈസ് ബൈ അത് എത്ര ആ ചേഞ്ച് ഉണ്ടാകാൻ എത്ര സമയം എടുത്തു ടൈം ചെയ്താൽ മതി. RGR എങ്ങനെ കണ്ടുപിടിക്കുക? ഈ കിട്ടിയ AGR ബൈ ആദ്യത്തെ സൈസ് എത്ര ആണോ ഇൻറ്റു 100 ചെയ്താൽ മതി. ഇതാണ് AGR RGR കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ഈ ഇക്വേഷൻ NCERT എവിടെയും തന്നിട്ടില്ല. NCERT ഇക്വേഷനെ പാരഗ്രാഫ് ആയിട്ട് പറഞ്ഞേക്കാണ് മക്കളെ. ആ പാരഗ്രാഫിനെ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യാൻ രീതിയിൽ ഇക്വേഷൻ ആക്കി മാറ്റിയേ ഉള്ളൂ. അപ്പൊ AGR ഫൈനൽ മൈനസ് ഇനീഷ്യൽ ബൈ ടൈം, RGR ഈ AGR ബൈ ഇനീഷ്യൽ സൈസ് ഇൻറ്റു 100 ചെയ്താൽ മതി. 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതുകൊണ്ട് തന്നെ RGRന്റെ ഫൈനൽ ആൻസർ എന്തിൽ വേണം പറയാൻ? പെർസെൻറ്റേജിൽ വേണം പറയാൻ. RGR 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഫൈനൽ ആൻസർ പെർസെൻറ്റേജിൽ വേണം മക്കളെ പറയാൻ. ശ്രദ്ധിച്ചോ. എക്സാമ്പിൾ, ഒന്നാമത്തെ എക്സാമ്പിൾ നോക്കേ. എൻ്റെ ഒരു ലീഫ് ഉണ്ട്. ആ ലീഫിന്റെ പേരാണ് എ എന്ന് പേരുള്ള ലീഫ്. ഈ എ എന്ന് പറഞ്ഞ ലീഫിന്റെ ആദ്യത്തെ സൈസ് എത്ര? 5 സെന്റിമീറ്റർ സ്ക്വയറാ. ലീഫിന്റെ ഗ്രോത്ത് നമ്മൾ എങ്ങനെ പറയാ? ഏരിയന്റെ ടൈമിലാ പറയാ. പോളൻ ട്യൂബിന്റെ ഗ്രോത്ത് എങ്ങനെ പറയാ? ലെങ്തിന്റെ ടൈമിലാ പറയാ. ഫ്രൂട്ടിന്റെ ഗ്രോത്ത് എങ്ങനെ പറയാ? വോളിയത്തിന്റെ ടൈമിലാ പറയാ. ഇത് ഓർത്ത് വെക്കണം. ലീഫ് ആണെങ്കിൽ ഏരിയന്റെ ടൈമിൽ, പോളൻ ട്യൂബിന്റെ ഗ്രോത്ത് ലെങ്തിന്റെ ടൈമിൽ, ഫ്രൂട്ടിന്റെ ഗ്രോത്ത് വോളിയത്തിന്റെ ടൈമിലുമാണ് പറയാ. എൻ്റെ ഒരു ലീഫ് ഉണ്ട്. ആ ലീഫിന്റെ പേര് എ. അതിന്റെ ആദ്യത്തെ ഏരിയ 5 സെന്റിമീറ്റർ സ്ക്വയറാ. കുറച്ച് നാൾ കഴിഞ്ഞു. ആ കുറച്ച് നാൾ എന്ന് പറഞ്ഞാൽ എന്താ? സമയം. 1 ഇയർ ആണ് കേട്ടോ മക്കളെ. ഒരു കൊല്ലമാ. നമ്മൾ ലീഫിന്റെയും ഒക്കെ പ്ലാന്റിന്റെ ഗ്രോത്ത് ഇയർ കണക്കിനാ നോക്കുക. 1 മിനിറ്റ് നോക്കിയിട്ട് വല്ല ഗ്രോത്ത് കാണാൻ പറ്റുമോ? 1 സെക്കൻഡ് കാണാൻ പറ്റുമോ? 1 ഡേ കൊണ്ട് കാണാൻ പറ്റുമോ? 1 ഹവർ കൊണ്ട് കാണാൻ പറ്റുമോ? നമ്മൾ പ്ലാന്റിന്റെ പല ഭാഗത്തിന്റെ ഗ്രോത്ത് 1 കൊല്ലം കൊണ്ടാണ് അളക്കുക, 1 ഇയർ കൊണ്ട് അളക്കുക. അപ്പൊ ആദ്യം 5 സെന്റിമീറ്റർ സ്ക്വയറാ. കുറച്ച് നാൾ കഴിഞ്ഞപ്പം, 1 കൊല്ലം കഴിഞ്ഞപ്പം അത് 10 സെന്റിമീറ്റർ സ്ക്വയർ ആയി. 5 സെന്റിമീറ്റർ സ്ക്വയർ ഉള്ളപ്പം ആ ലീഫിനെ എ എന്നാ വിളിച്ചേ. 10 സെന്റിമീറ്റർ സ്ക്വയർ ആയിട്ട് വളർന്നപ്പോഴോ ആ ലീഫിനെ A' എന്നാ വിളിച്ചേ. അപ്പൊ A' ആയി. എ എന്തായി മാറി മക്കളെ? പറ. A' ആയി മാറി. എന്റെ എത്ര വരിക? എന്റെ 5 സെന്റിമീറ്റർ സ്ക്വയറാ. അത് 1 കൊല്ലം കൊണ്ട് എത്ര ആയി മാറി? 10 സെന്റിമീറ്റർ സ്ക്വയർ ആയി. എത്ര കൊല്ലം കൊണ്ട്? 1 കൊല്ലം കൊണ്ട്. അപ്പൊ AGR എങ്ങനെ കണ്ടുപിടിക്കാം മക്കളെ? AGR ഈക്വൽ ടു ഫൈനൽ സൈസ് മൈനസ് ഇനീഷ്യൽ സൈസ് ബൈ ടൈം അല്ലേ? ഫൈനൽ സൈസ് എത്ര? 10 സെന്റിമീറ്റർ സ്ക്വയർ. 10 സെന്റിമീറ്റർ സ്ക്വയർ ബൈ ഇനീഷ്യൽ സൈസ് എത്ര? 5 സെന്റിമീറ്റർ സ്ക്വയർ ബൈ എത്ര? ടൈം എത്ര മക്കളെ? 1 ഇയർ. അപ്പൊ എന്താ മക്കളെ വരിക? 10 മൈനസ് 5 സെന്റിമീറ്റർ സ്ക്വയർ ബൈ 1 ഇയർ. അപ്പൊ എന്താ ഉത്തരം വരിക? 5 ഉത്തരം വരിക. 5/1 5ആണല്ലോ വരിക. 5 യൂണിറ്റ് എന്താ? സെന്റിമീറ്റർ സ്ക്വയർ ബൈ ഇയർ. ഇതാണ് മക്കളെ ഉത്തരം വരിക. അപ്പൊ ഈ ലീഫിന്റെ AGR എന്താ? 5 സെന്റിമീറ്റർ സ്ക്വയർ പെർ ഇയർ. എന്നാൽ ഇതേ ലീഫിന്റെ RGR എങ്ങനെ കണ്ടുപിടിക്കുക? RGR ഈക്വൽ ടു ഈ കിട്ടിയ AGR ബൈ ഇനിഷ്യൽ സൈസ് ഇൻറ്റു 100 ചെയ്താൽ മതി. ഈ ലീഫിന്റെ AGR എത്ര മക്കളെ? 5 ആണ്. 5 ബൈ ഇനീഷ്യൽ സൈസ് എത്ര? ആദ്യത്തെ സൈസ് എത്ര തന്നെ? 5 തന്നെ. 5/5 ഇൻറ്റു എത്ര മക്കളെ? 100. അപ്പൊ എത്ര? ഇത് 1 ആയി. 1 ഇൻറ്റു 100. RGR ഫൈനൽ ആൻസർ എന്തിൽ വേണം പറയാൻ? പെർസെൻറ്റേജിൽ വേണം പറയാൻ. അപ്പം ഈ ലീഫിന്റെ AGR 5 ആണ്. RGR 100% ആണ് മക്കളെ. ഓക്കെ മക്കളെ, ഇതാണ് ഒരു എക്സാമ്പിൾ. രണ്ടാമത്തെ എക്സാമ്പിൾ ഞാൻ ചെയ്യുന്നില്ല, നിങ്ങൾ കണ്ടുപിടിച്ചിട്ട് കമന്റ് ചെയ്യണം. രണ്ടാമത്തെ വേറൊരു ലീഫാണ്. ആ ലീഫിന്റെ പേരാണ് B. അതിന്റെ ആദ്യത്തെ ഏരിയ 50 സെന്റിമീറ്റർ സ്ക്വയർ. 1 കൊല്ലം കഴിഞ്ഞപ്പോൾ അത് B' എന്ന ലീഫായി വളർന്നിട്ട് അതിന്റെ ഏരിയ 55 സെന്റിമീറ്റർ സ്ക്വയർ. അപ്പൊ നോക്കി, B എന്ന് പേരുള്ള ലീഫ് എന്തായി? B' ആയി. ആദ്യത്തേത് എത്ര മക്കളെ? 50 സെന്റിമീറ്റർ സ്ക്വയർ ആണ്. അത് 1 കൊല്ലം കൊണ്ട് എന്തായി? 55 സെന്റിമീറ്റർ സ്ക്വയർ ആയി. എങ്കിൽ എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യും മക്കളെ. AGR എത്രയാണ്? RGR എത്രയാണ്? ഓക്കെ, AGR എത്രയാണ്? RGR എത്രയാണ്? ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ.